SDPയും വെൽഫെയർ പാർട്ടിയും PDPയും ഉൾപ്പെടെ 25 പാർട്ടികൾ ചേർന്ന് തങ്ങളെ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മുന്നണിയായ NDAയുടെ ഭാഗമായതെന്ന് സാബു എം ജേക്കബ്. ആധുനിക തലമുറയ്ക്കും നാടിനാവശ്യമായ മാറ്റമാണ് 2020 ഇതിലൂടെ സ്വീകരിച്ചത്. ഇത്തരമൊരു തീരുമാനം ഏകപക്ഷീയമായിരുന്നില്ലെന്നും സാബു കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. സ്വതന്ത്രമായി നിന്നാൽ മതിയെന്ന് പറഞ്ഞവരുണ്ട്. UDFന്റെ കൂടെ വേണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ടായിരുന്നു. എന്നാൽ LDF പോകണമെന്ന അഭിപ്രായം ആരും പറഞ്ഞില്ല. ഭൂരിഭാഗം പേരും NDAയ്ക്കൊപ്പം ചേരണമെന്നാണ് പറഞ്ഞത്. തുടർന്ന് യുക്തമായ തീരുമാനമെടുക്കാൻ പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2020 എന്ന പാർട്ടി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യത്തിലേക്ക് വളർന്നു. NDAയിൽ ചേരാനുള്ള തീരുമാനം കേരളത്തിന്റെ വികസനത്തിനുള്ള കുതിപ്പായിട്ടാണ് തങ്ങൾ കാണുന്നത്. 7 പതിറ്റാണ്ടുകളായി കേരളത്തെ മാറി മാറി ഭരിച്ച് ഇടതും വലതും 50 വർഷം പിറകിലോട്ട് കൊണ്ടുപോയി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 10 മടങ്ങ് വികസനത്തിലേക്ക് പോകുകയാണ്. ആന്ധ്ര വികസനത്തിൽ മുന്നേറാൻ കാരണമായത് കേന്ദ്രം ഭരിക്കുന്ന സഖ്യകക്ഷികളുടെ ഭാഗമായിട്ടാണ്. ഇന്ന് ലക്ഷക്കണക്കിന് വിദേശ നിക്ഷേപമാണ് അവിടേക്ക് ഒഴുകുന്നത്. ഈ ഒരു സഖ്യത്തിലൂടെ എന്തുകൊണ്ട് കേരളം ആന്ധ്രാപ്രദേശ് ആയിക്കൂടാ, ഗുജറാത്ത് ആയിക്കൂടാ? ഇന്ത്യയിലെ വികസനം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും സാബു പറഞ്ഞു. CPMഉം കോൺഗ്രസും 2020 NDAയിലേക്ക് പോയതിൽ മുതലക്കണ്ണീർ ഒഴുകുകയാണ്. പരസ്പരം തെറി വിളിച്ചവർ ഒരേ വാഹനത്തിൽ അരിവാളും കൈപ്പത്തിയുമായുള്ള ചിഹ്നം കെട്ടി കൊടിയുമായി പോയപ്പോൾ ഇവരുടെ ആശയം എവിടെ പോയി? ഒരു തവണയല്ല, തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനോടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയത്. അല്ലാതെ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച ഇന്നത്തെ സാഹചര്യത്തിലാക്കിയ ഇടതിനോടോ വലതിനോടോ അല്ലെന്നും സാബു പറഞ്ഞു.